എൻ്റെ പേര് ആൽവിൻ. ഞാൻ കറുകച്ചാൽ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2 വർഷം മുമ്പ് 2022 ഡിസംബറിൽ ഞാൻ കാനഡയ്ക്ക് പഠിക്കാൻ പോയതാണ്. ബയോടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ്. അത് 3 ഇയർ പ്രോഗ്രാമാണ്. അപ്പം ചെന്ന് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ പാസ്പോർട്ട് അവിടെ വെച്ച് ഡാമേജ് ആവുകയും ചെയ്തു. അപ്പം ഞാൻ എന്നിട്ട് അപ്പം അതിലാണ് എൻ്റെ വിസ ഇരിക്കുന്നത്. അപ്പം ഞാനത് അവിടെ വെച്ച് തന്നെ റിന്യൂ ചെയ്തു. പുത്തൻ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു, കിട്ടി. പക്ഷേ പുത്തൻ പാസ്പോർട്ടിൽ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലായിരുന്നു. പഴയ പാസ്പോർട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം അതിൽ പഴയ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് പാസ്പോർട്ട് ക്യാൻസൽഡാണ്, പക്ഷേ വിസ വാലിഡാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 2 പാസ്പോർട്ടും കൊണ്ട് ട്രാവൽ ചെയ്താൽ മതി, വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട, വിസ വാലിഡ് ആണല്ലോ, അപ്പം പ്രശ്നമില്ല. ഞാൻ എംബസിയിൽ അന്വേഷിച്ചപ്പം പറഞ്ഞു. അപ്പം സെപ്റ്റംബർ 3-ാം തീയതി എൻ്റെ 5ാം സെമ്മർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനതിന് ഫീസൊക്കെ അടച്ചു, കയ്യിൽ ഒരുമാതിരി പൈസ എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പം സെപ്റ്റംബർ 4-ാം തീയതി എനിക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു. എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചു, എത്രയും പെട്ടെന്ന് വരിക. അങ്ങനെ സെപ്റ്റംബർ 4-ാം തീയതി കൂട്ടുകാരെല്ലാം കൂടെ ടിക്കറ്റിന് പൈസ ഒപ്പിച്ച് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന് ഞാൻ അങ്ങനെ നാട്ടിലോട്ട് വന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഭംഗിയായിട്ട്. എൻ്റെ കോഴ്സിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാബുണ്ട്. അപ്പം ഇൻ പേഴ്സൺ ആയിരിക്കണം, നേരിട്ട് തന്നെ ചെന്നാൽ അറ്റൻഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ, ഓൺലൈനിൽ കൂടെ കൂടാൻ പറ്റില്ല. അപ്പം 3 ലാബിൽ കൂടുതൽ എനിക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോഴ്സിൽ നിന്ന് അവരെന്നെ ഫെയിലാക്കും. അപ്പം ഈ പൈസ എന്ന് പറയുമ്പം 5,70,000 രൂപയാണ് ഒരു സെം എനിക്ക് പഠിക്കണേ. അപ്പോൾ അങ്ങനെ 6 സെമ്മുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. കാരണം എനിക്കിനി ചോദിക്കാൻ അച്ഛനില്ല, ആരോട് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സെപ്റ്റംബർ 25-ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരിച്ച് ഞാൻ എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു, അവിടുത്തെ സ്റ്റാഫ്സ് എന്നോട് പറഞ്ഞു എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എൻ്റെ പുത്തൻ പാസ്പോർട്ടിൽ വിസയില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ 3:30-ക്കായിരുന്നു ഫ്ലൈറ്റ് എടുക്കുന്നത്. 3:30 വരെയൊക്കെ സംസാരിച്ച് നോക്കി, നടന്നില്ല, എന്നെ കയറ്റി വിട്ടില്ല. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. നല്ല വിഷമമുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ ഞാൻ ആദ്യമേ ചിന്തിച്ചത് എൻ്റെ കോഴ്സിൻ്റെ കാര്യമാണ്. ആദ്യമേ ഞാൻ ഡൽഹിക്ക് ഒരു മെയിൽ, ഇവിടുത്തെ കാനഡിയൻ എംബസി ഡൽഹിയിലുണ്ട്, അവിടെ ഒരു മെയിൽ അയച്ചു, ഇന്ന പോലെ കാര്യം, എനിക്ക് കോഴ്സുണ്ട്, പെട്ടെന്ന് ചെല്ലണം. അപ്പം ഞാൻ അത് അയച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്നായാലും പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് വരാൻ നേരത്ത് ഒരു 2-3 ആഴ്ചയിൽ പിടിക്കും. അപ്പോൾ ആ താമസം വരുമ്പം എനിക്ക് 3 ലാബിൽ കൂടുതൽ മിസ്സാവും. അപ്പോൾ എന്നെ ഫെയിലാക്കും അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് ഞാൻ അവർക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനും റീഫണ്ടിന് അപ്ലൈ ചെയ്തു. പക്ഷെ അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അത് അപ്ലൈ ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന് റീഫണ്ടിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് വേണം നമ്മൾ അപ്ലൈ ചെയ്താലേ പൈസ എല്ലാം തിരിച്ചു കിട്ടത്തുള്ളൂ. എന്നാലും ഒരു ഭാഗ്യപരീക്ഷ എന്ന രീതിയിൽ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു. ഒരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുമെന്ന്. അതും അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ആമസോണിലാണ് കാനഡ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ ഓൾറെഡി സെപ്റ്റംബർ അവസാനം വരെ ലീവ് അപ്ലൈ ചെയ്തു. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടത്തില്ല എന്നായാലും, കാരണം അവിടെ പ്രൈം വീക്ക് നടന്നുകൊണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ സെയിലുള്ള സമയത്താണ്. അപ്പം ആർക്കും അങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല. എന്നാലും ഞാൻ ചുമ്മാ ലീവിനും അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ജീവിതത്തിലെ എല്ലാ ഹോപ്പും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ഒന്നും ശരിയാകുന്നില്ല. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, ചേച്ചി അമ്മയും കൃപാസനത്തിലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചേച്ചിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ശരി എന്നാ പോവാ എടുക്കാമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ അവസാനം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പം ഇങ്ങനെ കുറേ ഇമ്പോസിബിളായിട്ട് കാര്യങ്ങൾ പോസിബിൾ ആണെന്ന് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഹോപ്പ് വരാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാനിങ്ങനെ മാധവനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ഞാൻ മാധവനോട് സംസാരിക്കുക ചെയ്യുന്നത്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്താലേ ഇനി നടക്കത്തുള്ളൂ. കാരണം അപ്പനില്ല, ഞാനാണ് മൂത്തത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ മാധവനോട് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ദിവസം 2-3 ദിവസം ഇങ്ങനെ കഴിഞ്ഞു മറ്റേനെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം. അങ്ങനെ അവസാനം ഞാൻ മാധവനോട് പറഞ്ഞു, മാധവേ 3-4 ദിവസമായി ഒരു പ്രതീക്ഷയില്ല, എന്തേലും ഒരു പോസിറ്റിവിറ്റി കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ മാധവനോട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തേലും ഒരു കാര്യം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അന്ന് ദിവസം എനിക്ക് റിപ്ലൈ വന്നു, എൻ്റെ ഒരിക്കലും നടക്കാത്ത ഒരു പ്രതീക്ഷയില്ലാതെ ടിക്കറ്റിൻ്റെ പൈസ 60% തിരിച്ച് റീഫണ്ടായി കയറി. പിന്നെ വർക്കിൽ നിന്ന് എനിക്ക് ഈ മാസം അവസാനം വരെ ലീവിന് അപ്രൂവ് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചു ഒരാഴ്ച പോലും കിട്ടുന്ന പ്രതീക്ഷയില്ലാത്ത ലീവാണ് എനിക്ക് ഈ മാസം 2 മാസത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ. പിന്നെ എൻ്റെ കോഴ്സാണെങ്കിൽ അവർ എനിക്ക് പ്രത്യേകമായിട്ടൊരു ഓപ്ഷൻ തന്നു, ജനുവരിയിൽ 6-ാം സെം എടുത്തോ, അതിനുശേഷം അടുത്ത സെപ്റ്റംബറിൽ 5-ാം സെം എടുത്താൽ മതി. ഒരിക്കലും തരാത്തതാണ്. എന്തോ ഭാഗ്യത്തിൻ്റെ മാതാവ് അവരെല്ലാവരും തോന്നിപ്പിച്ച് ഇതെല്ലാം എനിക്ക് ചെയ്ത് സാധിച്ചു തന്നു. 1000 നന്ദി പറയുന്നു ആ കാര്യത്തിനെല്ലാം.
പിന്നീട് അതിനുശേഷമാണെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ വിസ ഒന്നും ശരിയായില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് സംസാരിച്ചു, മാതാവ് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ പേരമ്മച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ഇങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. അന്ന് രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റു, കൃപാസനത്തിൽ വരാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ചുമ്മാ മാതാവിനോട് പറഞ്ഞു, മാതാവേ കുറച്ച് ദിവസമായില്ലേ ആ വിസയുടെ കാര്യത്തിൽ, ഞാനിപ്പോൾ ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് നോക്കുകയും എൻ്റെ TRV അപ്രൂവ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അതിനുശേഷം ഞാൻ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് അയച്ചു. എന്നിട്ട് സാധാരണ ഒരു 2 ആഴ്ച മാക്സിമം അങ്ങേയറ്റം, 1 ആഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ച് കിട്ടുന്നതാണ്. ഇപ്പം കാനഡയും ഇന്ത്യയും തമ്മിൽ കുറേ പ്രശ്നം നടപ്പുണ്ട്. എന്നാലും ഇത്രയും പെട്ടെന്ന് കിട്ടേണ്ടതാണ്. മാക്സിമം 2 ആഴ്ചയാണ് സാധാരണ എടുക്കുന്നത്. പക്ഷെ എന്നാലും എൻ്റെ കേസിൽ 1 മാസമായിട്ട് പാസ്പോർട്ട് ഞാൻ അയച്ചിട്ട് തിരിച്ച് കിട്ടുന്നില്ല. എനിക്ക് ജനുവരി ക്ലാസ് തുടങ്ങും, ഒന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ശരിയാക്കി തരണേന്ന് പറഞ്ഞു. അപ്പം പിന്നെയും ഇവർ പറഞ്ഞു, നമുക്ക് ഇന്ന് തിങ്കളാഴ്ച കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഇവിടെ വരാൻ വേണ്ടി ഇരുന്ന ദിവസമാണ് എനിക്ക് TRV അപ്രൂവ് ആക്കി തന്നെ. അതുപോലെ ഈ തിങ്കളാഴ്ച ഞാൻ ഇവിടെ വരുന്നുണ്ട്, അതിനു മുമ്പായിട്ട് എൻ്റെ പാസ്പോർട്ടും തിരിച്ചെത്തിക്കണേ എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥിച്ച ശേഷം ഉച്ചയായപ്പം കൊറിയർ ബോയ് വന്നിട്ട് എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഡെലിവറി ചെയ്തു, വിസയും സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പിന്നെ എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസയില്ല ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ എൻ്റെ ആൻറ്റി അങ്കിളും മാതാവ് തോന്നിച്ച അവർ എനിക്ക് ടിക്കറ്റ് എടുത്തു. അടുത്ത മാസം ഡിസംബർ 17-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ സാലറി എനിക്ക് ആമസോണുകാർ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. ഇത്രയും ചെയ്തു തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ കേസിലാണെങ്കിൽ മാതാവ് ഒരുപാട് പേരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൂട്ടുകാരുടെ പൈസയുടെ ആവശ്യത്തിനാണെങ്കിൽ കൂട്ടുകാരുടെ രൂപത്തിലും ആൻറ്റിമാരുടെ രൂപത്തിലും പിന്നെ വക്കീലിൻ്റെ രൂപത്തിലും TRV എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് തരികയും അതിനൊക്കെ അപ്ലൈ ചെയ്തതിന് മാതാവ് എന്നെ സഹായിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ചാണ് ഓരോ കാര്യം അപ്ലൈ ചെയ്യുമ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാതാവിനോട് ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഓരോ പ്രാവശ്യം എനിക്ക് ഉത്തരം തന്നു. അതിനെല്ലാം മാതാവിനോടും ദൈവത്തോടും ഓരോരോ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ എന്നുവെച്ചാൽ വീട്ടിൽ രാവിലെ പള്ളിയിൽ പോവും, എല്ലാ ദിവസവും ഒന്നും പോകത്തില്ല, ഞായറാഴ്ച പള്ളിയിൽ പോവും. പിന്നെ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. പിന്നെ കാനഡയിലായിരുന്നപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അത്ഭുതവും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം തോന്നി. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്, പറ്റുന്ന ദിവസമൊക്കെ പള്ളിയിലും പോകാറുണ്ട്. അങ്ങനെ ബൈബിൾ വാചനങ്ങളൊക്കെ ബൈബിൾ നോക്കി വായിച്ചില്ലെങ്കിലും ഫോണിൽ നോക്കി ഞാൻ വായിക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിനെ 1000 നന്ദി പറഞ്ഞു.